ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പഴയ തുണികളൊക്കെ കൊണ്ട്, തുണിയും സിമൻറ്റും കൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാലായിട്ട് നിങ്ങൾ കറക്റ്റ് അളവിന് സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തുണിയെ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവ് യാത് വേണോ എടുക്കാം, എങ്ങനെ വേണോ നിങ്ങൾക്ക് അളവെടുക്കാം. അപ്പോൾ ഞാൻ അതിന് നാലായിട്ടൊന്ന് ഞാൻ മടക്കുന്നുണ്ട്. അപ്പോൾ നാലായിട്ട് മടക്കി ഇനി അതിന് കോണോട് കോണും കൂടെ ചേർത്തൊന്ന് മടക്കുകയാണ്. അപ്പോൾ നാലായിട്ട് മടക്കിയതിന് ഞാൻ കോണ് ചേർത്ത് മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് വൃത്താകൃതിയിൽ വെട്ടിയെടുക്കണം, ഒന്ന് റൗണ്ടിൽ. അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കും കണക്ക് നിങ്ങൾ വെട്ടിയാൽ മതി. അപ്പം ഞാൻ റൗണ്ടിന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് കറക്റ്റ് റൗണ്ടിന് നല്ല ഷേപ്പിന് വെട്ടിയെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായിരുന്നു, കമ്പി ആയിരുന്നാലും എന്തെങ്കിലും മരകഷ്ണമോ എന്തായിരുന്നാലും ഒരു കുറ്റിയാക്കി തറയിൽ അടിച്ചു ഊന്നി വയ്ക്കണം. അതിനുശേഷം ഒരു പഴയ പാത്രവും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവറും. പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ ഓവർ സൈസ് ആവരുത്. സൈസായി കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടി ഭയങ്കര വലുതായി പോകും. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് സിമൻറ്റ് നല്ല ലൂസിന് കലക്കിയിട്ടുണ്ട്, സിമൻറ്റ് മാത്രം. അതിൽ നമ്മൾ വെട്ടിയെടുത്ത തുണി നല്ലവണ്ണം ഒന്ന് മുക്കി, എല്ലാ സൈഡിലും ഒന്ന് സിമൻറ്റ് പറ്റണ രീതിയിൽ മുക്കിയിടുക. അപ്പോൾ വീഡിയോ ഞാൻ മഴ കാരണം ഒന്ന് സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം വീഡിയോ ആദ്യം എടുത്തുകൊണ്ടിരുന്ന അവിടെ മഴ പെയ്തു പോയി. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ സിമൻറ്റ് ഒന്ന്, മണൽ ഒന്ന് എന്ന കണക്കിന് മിക്സ് ചെയ്ത് അതിനകത്ത് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെടിച്ചട്ടിയുടെ മൂട് ഭാഗത്ത് വയ്ക്കാനാണ്. അപ്പോൾ അവിടെ തുണി ആയതുകൊണ്ട് കട്ടി ശകലം കുറവായിരിക്കും. അപ്പം നമ്മൾ ഇതേ കണക്കൊന്ന് ഒരു 2 സ്റ്റെപ്പ് ഒന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ കൂടെ കട്ടി കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കാം. സിമൻറ്റോ നല്ല കട്ടിക്ക് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം തേച്ച് വൃത്തിയാക്കി എടുക്കാം.
പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മളെ ചെടിച്ചട്ടിയൊക്കെ ഏകദേശം ഉണങ്ങി. ഇനി അതിനകത്തിരിക്കുന്ന പാത്രവും അതൊക്കെ എടുത്തങ്ങ് മാറ്റാം. ഇപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് സിമൻറ്റ് ഒന്നും കൂടെ ബ്രഷിന് നല്ലവണ്ണം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം 2 നേരം അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അകവും പുറവും. അപ്പം ചെടിച്ചട്ടി നല്ല കട്ടിയായിട്ട് വരും. അങ്ങനെ ഏകദേശം ഒരു 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബലവും ആവും. മഴ നനഞ്ഞാലൊന്നും പെട്ടെന്ന് ഇല്ലാതായി പോകത്തില്ല. അപ്പോൾ ഞാൻ അകവും പുറവും നല്ലവണ്ണം ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്രഷ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം തുണി പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പം വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം 2 ദിവസം രാവിലെയും വൈകുന്നേരം 2 ദിവസം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ല ഉണങ്ങുകയാണെങ്കിൽ ഒരു ദിവസം 3 നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് അകവും പുറവും നല്ലവണ്ണം സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് ഒന്ന് കലക്കി ബ്രഷിന് അടിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ചെടിച്ചട്ടി നല്ല ബലമായി വരും. നല്ല ഉണങ്ങപ്പം ഒന്നും ചെയ്യത്തില്ല. മഴ നനഞ്ഞാലും വേറെ ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.